ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ കുട്ടി പോയിട്ട് കുറേ നേരം ആയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷാജിയുടെ വീട്ടിൽ ഷാജിയുടെ അമ്മയും ഷാജിയും ഒക്കെ കൂടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഷാജിയോട് നീ ഒന്ന് പോയി നോക്കിക്കേ എന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞു. അന്നേരം അമ്മ പേടിക്കണ്ടെന്നേ, അലീനയല്ലേ അവൾ ആ പെങ്കൊച്ചനെ സമാധാനിപ്പിച്ചിട്ടാന്നേ തിരിച്ചു വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ആ ഗോപനും ഓമനക്കുട്ടനും വല്ലതും ചെയ്യുമെന്ന് എനിക്ക് പേടിയാന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കാമേ അമ്മയുടെ ഒരു പേടി എന്ന് ഷാജി പറഞ്ഞു കേട്ടോ. എന്നാലും എത്ര നേരമായിടാ പോയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ അലീന അങ്ങോട്ടേക്ക് കയറി വരുന്നു. അലീന അങ്ങ് കയറി വന്നത് കണ്ടപ്പോഴാണ് ആ അമ്മയ്ക്ക് ഇന്ന് ശ്വാസം നേരെ വീണത്. അപ്പോൾ ഇവരിങ്ങനെ അലീനയെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കാം. അവർ വേഗം ഓടി ഇറങ്ങി ചെന്നു കേട്ടോ. അപ്പോൾ അവർ വല്ലതും പ്രശ്നം ഉണ്ടാക്കിയ മോളേന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, അവരൊന്നും പറഞ്ഞില്ല. ആ കൊച്ച് അവിടെ തകർന്ന് കിടക്കായിരുന്നു. അതിനൊരു കൈത്താങ്ങ് കൊടുത്ത് സമാധാനിപ്പിക്കണ്ടേ, ഇത്തിരി സമയം എടുത്തെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ മോളോട് വല്ലതും മിണ്ടിയോന്ന് ചോദിച്ചു. അപ്പോൾ മിണ്ടിയെന്ന് പറഞ്ഞു. ഞാൻ ആശ്വസിപ്പിച്ചിട്ടാണ് പോകുന്നത്, നാളെ വരാമെന്ന് പറഞ്ഞെന്നും പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം ഇവർക്ക്. ഷാജി ചേട്ടാ എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുവിടാവോ, ഒത്തിരി നേരം പോയെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ദേ അലീന അവരോട് യാത്ര പറഞ്ഞിട്ട് ഷാജിയുടെ കൂടെ പോകാൻ നോക്കുക. അപ്പോൾ എനിക്ക് ഉടുക്കാൻ വസ്ത്രം തന്നു, എനിക്ക് കഴിക്കാൻ ആഹാരവും തന്നു, എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. ഇതിനെല്ലാം അലീന അവരോട് നന്ദി പറയുക കേട്ടോ. അപ്പോൾ കുട്ടിയുടെ ഏറ്റവും നല്ല ഡ്രസ്സാണ് എനിക്ക് തന്നതെന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അറിയാൻ കേട്ടോ എന്ന് അലീന ഇങ്ങനെ അവരോട് പറയുക കേട്ടോ. അപ്പോൾ തിരിച്ച് കിട്ടുമോ എന്ന് പോലും അറിയാതെ അതിനൊരു മനസ്സൊക്കെ ഉണ്ടായല്ലോ എന്നൊക്കെ അലീന പറയാം. വളരെ നന്ദിയുണ്ട് കേട്ടോ എന്ന് പറയുമ്പം നന്ദി പറഞ്ഞ് അത് എടുക്കാമെന്ന് വിചാരിക്കേണ്ട, അത് ഇവിടെ കൊണ്ടുവന്ന് തിരിച്ചു തന്നേക്കണമെന്ന് പറഞ്ഞു. അയ്യോ തന്നേക്കാമേ എന്ന് പറഞ്ഞു കേട്ടോ ഷാജിയോട് അലീന. അങ്ങനെ അമ്മയോടും മോളോടും യാത്ര പറഞ്ഞ് നമ്മുടെ അലീന അങ്ങ് പോയി. ഇവരകത്തേക്കും കയറിപ്പോയി. ആ സമയം പിന്നെ കാണിക്കുന്ന പോലീസ് വണ്ടി. ഇപ്പോൾ പോലീസ് വണ്ടി ആ ഒരു അവരുടെ വീടിൻ്റെ, അതായത് ശരണ്യയുടെ വീടിൻ്റെ ആ ഭാഗത്ത് വരുക. അപ്പോൾ പോലീസ് വണ്ടി കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ മാറി നിൽക്കുക കേട്ടോ. അപ്പോൾ ചെന്ന് അന്വേഷിച്ചിട്ട് വാടോ എന്ന് പറഞ്ഞുകൊണ്ട് SI ഒരു കോൺസ്റ്റബിളിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. ശരി സാറെന്നും പറഞ്ഞ് ആ കോൺസ്റ്റബിൾ നമ്മുടെ ശരണ്യയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അപ്പോൾ ശരണ്യയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ശരണ്യയുടെ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. അതുപോലെ അമ്മയും അങ്ങോട്ടേക്ക് വന്നു. അതെ, പോലീസൊക്കെ വന്നേക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഓടി വന്ന് അച്ഛനോട് പറയുക. വീട്ടിലുള്ള എല്ലാവരോടും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്കാണോ ചോദിക്കുമ്പം ജീപ്പിനടുത്തേക്ക് ചെല്ലാനാ പറഞ്ഞതെന്ന് പറയാം. അങ്ങോട്ടൊന്ന് ചെന്നേ, എന്താ കാര്യമെന്ന് അറിയാമല്ലോ എന്നൊക്കെ പറയുമ്പം പോണോന്ന് ചോദിച്ചു കേട്ടോ. നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, പിന്നെന്തിനാ നമ്മൾ പേടിക്കുന്നതെന്ന് ആ അമ്മ അച്ഛനോട് ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ എന്നാൽ പോവാല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പോലീസിൻ്റെ അടുത്തേക്ക് ചെല്ലും. അപ്പോഴത്തേക്ക് നാട്ടുകാരെ കുറേ പേരെയൊക്കെ വിളിച്ചു ഈ പോലീസുകാരെ. അപ്പോൾ എന്നാ സാറേ കാര്യമെന്ന് ചോദിച്ചു എന്നവർ. അപ്പോൾ കാര്യം എന്താണെന്ന് നിങ്ങൾക്കാർക്കും അറിയത്തില്ലേന്ന് ചോദിച്ചു. ഇല്ല സാറേ, സാർ കാര്യം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അതെ, ഇവിടെ എന്താ എത്രയും പേരേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്തെന്ന് ചോദിച്ചു. അപ്പോൾ ഓരോരോ വഴിക്ക് പോയതാ സാറേ എന്നാ ചേട്ടന്മാർ പറഞ്ഞു. അല്പം നേരം വരെ ഇവിടെ 30ഓളം പേര് കൂടിയിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാവരും ചേർന്ന് ഒരു പെൺകുട്ടിയെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചതായി വ്യക്തമായ വിവരം കിട്ടിയിട്ട് വന്നതാണല്ലോ ഞങ്ങൾ. അപ്പോൾ സാറേ അങ്ങനെ ആരും കത്തിച്ചിട്ടൊന്നുമില്ല. അതെ, ദേഹത്ത് മണ്ണെണ്ണ കൊടഞ്ഞു എന്നുള്ളത് നേരാ, അല്ലാണ്ട് തീയൊന്നും കൊളുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങൾ ചെയ്ത അക്രമ സംഭവത്തിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നും കാണണോ എന്നൊക്കെ ഇങ്ങനെ സാറ് ഇവരോട് എല്ലാവരോടുമായിട്ട് ചോദിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹം ആണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നാട്ടുകാരെ കാണിച്ചും കൊടുത്തു. അപ്പോൾ ദേ ഈ നിങ്ങളെല്ലാവരെയും പൂട്ടാനായിട്ട് ഈ ഒരു തെളിവ് മാത്രം മതിയെന്നും പറഞ്ഞുകൊണ്ട് ഈ SI എന്നിട്ട് ഇവരോട് എല്ലാവരോടും പറയുന്നു. ആൾക്കാരെല്ലാവരും ഇങ്ങനെ നോക്കുക. ഒളിച്ചിരിക്കുന്നവന്മാരോട് മര്യാദയ്ക്ക് ഇറങ്ങി വരാൻ പറ. ഓടി രക്ഷപ്പെടാനോ പതുങ്ങിയിരിക്കാനോ നോക്കിയ ഞങ്ങളുടെ കയ്യിൽ എപ്പോഴെങ്കിലും കിട്ടുമെന്നും SI പറയാം. അന്ന് ഇടിച്ച് വെള്ളമാക്കും ഞാനെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയണു. ഇപ്പം തനിയെ വന്ന് സറണ്ടർ ആയാലേ തല്ലും ചോദ്യം ചെയ്യലൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഈ പോലീസുകാരനെ ഇങ്ങനെ പറയണു. വേഗം ഞങ്ങളുടെ മുന്നിലേക്ക് വരാൻ പറ, അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. അതുപോലെ അവിടെ അവിടുന്ന് വേണമെന്ന് പിന്നെ നിങ്ങൾക്ക് ജാമ്യം എടുത്തിട്ട് പോരാനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ SI ഇങ്ങനെ ഇവരോട് പറയുന്നു. അപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ പറഞ്ഞു, സാറേ ഒക്കെട്ട് അടിച്ചത് ഞാനാ, മുടിക്ക് കുത്തിപ്പിടിച്ചത് സുശീല ചേച്ചിയാ എന്നൊക്കെ പറഞ്ഞു. മണ്ണെണ്ണ തലയിൽ കൊണ്ടുവന്ന് വെച്ചത് ഗോപന, പിന്നെ തീപ്പെട്ടി വരച്ചത് ഗോമനക്കുട്ടൻ, ബാക്കി എല്ലാവരും കാഴ്ചക്കാരാ സാറേ എന്നാ ചേട്ടൻ പറഞ്ഞു. അവിടെ പിടിച്ച് ജീപ്പിക്കാരോടോ ഇയാളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണ്. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം കാഴ്ചക്കാരൊക്കെയാണെന്നേ ഈ വീഡിയോ പറയും കേട്ടോ എന്നും ഈ SI പറഞ്ഞു. എന്നിട്ടേടോ ഓരോ വീടും കയറി ഇറങ്ങി ഒളിച്ചിരിക്കുന്നവന്മാരൊക്കെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനത്തെ ഇയാൾ പറയുമ്പം സാറേ ഞാനൊരു ചവിട്ട് കൊടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ കയറണം. അല്ല സാറേ എൻ്റെ പടമൊക്കെ പത്രത്തിൽ വരുമോ സാറേ എന്നാൽ ഞാൻ കയറാമെന്നൊരു ചേട്ടൻ പറയാം കേട്ടോ. എന്താണ് നിൻ്റെ പേര്? ആൻ്റണി. എന്നെ പിടിച്ച് ജീപ്പിലേക്ക് കയറ്റാൻ പറയുമ്പോൾ ഞാൻ കയറിക്കോളാം, എന്നെ കയറ്റൊന്നും വേണ്ട സാറേ എന്ന് പറഞ്ഞ് ചെന്ന് കയറും കേട്ടോ. സാറേ ഗോവിൻ്റെ ഓമനക്കുട്ടൻ്റെ വീട് ആ കാണുന്ന കേട്ടോ സാറേ. അപ്പോൾ സുധേന്ദ്രൻ്റെ വീട് ഇതാ അവിടെ, സാബുവിൻ്റെ വീട് ഇതേ അവിടെയാണ് സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെല്ലാം കാണിച്ചൊക്കെ കൊടുക്കുക. അങ്ങനെ പോലീസുകാർ വന്നു, കുറച്ച് പേരെ വണ്ടി കയറ്റി അങ്ങ് പോയി. അപ്പോൾ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ വീട്, ഈ വീട് ഷാജിച്ചേട്ടൻ അറിയാവോ എന്ന് അലീന ചോദിച്ചു. അലീനയെ കൊണ്ടുവന്ന് ബാലൻ്റെ അടുത്ത് ഭദ്രമായി നമ്മൾ ഷാജി ഏൽപ്പിക്കുകയാണ്. അപ്പോൾ എനിക്കറിയാം, ഞാൻ നേരത്തെ വന്നിട്ടുണ്ടല്ലോ എന്നിങ്ങനെ അദ്ദേഹം പറയുക കേട്ടോ. ഷാജിയേട്ടൻ ഇറങ്ങി വാ, വീട്ടിൽ കയറിയിട്ട് പോകാമെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ചായ കുടിച്ചിട്ട് പോയാൽ മതി, അതെനിക്ക് വേറെ ഓട്ടോ ഉണ്ടെന്ന് പറയും. 5 മിനിറ്റേ ഉള്ളൂന്നേ.
ഇല്ല ഞാൻ വേറൊരു ദിവസം വരാട്ടോ എന്ന് പറഞ്ഞ് നിന്നപ്പോൾ തന്നെ ഷാജിയുടെ ഫോണിലേക്ക് കോൾ വന്നു. ഞാൻ പോവാട്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ അലീന പൈസ എടുക്കാൻ നോക്കി. പക്ഷേ ഷാജി പോയി. അപ്പോഴത്തേക്കും ഷാജി ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് അലീന പിന്നാലെ ഓടിച്ചെന്നെങ്കിലും ഷാജി നിന്നില്ല. ഷാജി അങ്ങ് പോയിട്ടോ. അപ്പോൾ അലീന ആണെങ്കിൽ പൈസ മേടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ എന്നിട്ട് അകത്തേക്ക് കയറി പോവുക. ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു. അപ്പോഴേക്കും ബബിത മോൾ വന്ന് ഡോറ് തുറന്നു. അലീനയെ കണ്ടപ്പോഴത്തേക്കും മുഖം അങ്ങ് വളിച്ച് കയറി ബബിത മോളുടെ. അപ്പോൾ ബാലനും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ബാലനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അലീനയെ ഒരു നെടുവീർപ്പോട് കൂടി ഇങ്ങനെ നോക്കുക. ഇവളാണെങ്കിലും അലീനയെ കണ്ട് ദേഷ്യത്തിൽ അകത്തേക്ക് കയറിപ്പോയി. അലീന കയറി ഡോറും അടച്ചു. അപ്പോൾ അലീന അകത്തേക്ക് കയറി വന്നപ്പോഴത്തേക്കും ബാലൻ ഇങ്ങനെ അലീനയെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുക. അപ്പോൾ അലീനയുടെ ഡ്രസ്സൊക്കെ മാറിയേക്കുന്നതും ഇതൊക്കെ കണ്ടു. അപ്പോൾ ബാലൻ ചെന്നു. നിനക്ക് എന്നാ പറ്റിയെന്ന് ചോദിച്ചപ്പം ബബിത അവിടെ നിന്ന് ഇങ്ങനെ നോക്കുക. എന്ത് പറ്റി മോളെ നിനക്ക്? ആളുകൾ നിന്നെ ഉപദ്രവിച്ചോ? എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പം അവരാദ്യം എന്നെ തെറ്റിദ്ധരിച്ചെന്നും അങ്ങനെ എന്നോട് പെരുമാറിയെന്നും പറയുക. ഞാൻ രോഹിത്തിന് വേണ്ടി സ്വാധീനിക്കാൻ ചെന്നതാണെന്ന് കരുതിയെന്നുള്ള കാര്യം പറയുക. അപ്പം നിനക്ക് അവിടെ പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നാണോ എന്നും ചോദിച്ചുകൊണ്ട് ബാലൻ ദേഷ്യപ്പെടുക അലീനയോട്. എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല നിന്നോട് പോയിക്കൊള്ളാൻ പറഞ്ഞത്. നിന്റെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കരുതല്ലോ എന്ന് കരുതിയിട്ടാണെന്ന കാര്യം പറയുവാണ് ബാലൻ. അപ്പോൾ പോയത് നന്നായേ ഉള്ളൂ അച്ചാന്ന് അലീന പറയുവാണ്. അതും ബാലന് ദേഷ്യം വരുന്നു. ഞാൻ ആ കുട്ടിയെ കണ്ടു, സംസാരിച്ചു എന്ന കാര്യം പറഞ്ഞു, ആശ്വസിപ്പിച്ചു അച്ചാന്നും അലീന പറയുക. അപ്പോൾ അതൊക്കെ കേട്ട് ബാലൻ ഇങ്ങനെ ഭയങ്കര ഇതിൽ നിൽക്കുക. ആദ്യം ഇത് പറ, എന്താ അവിടെ സംഭവിച്ചേ, എന്താ അവിടെ ഉണ്ടായേ, അതൊന്ന് പറയാൻ പറഞ്ഞു. അച്ഛൻ വിചാരിക്കുന്ന മതി നിർത്ത്, അഴകുള്ള വർത്താനമൊന്നും വേണ്ട, നടന്നത് എന്താണെന്ന് വെച്ചാൽ സത്യസന്ധമായിട്ട് എന്നോട് പറയാൻ പറഞ്ഞു. അങ്ങനെ അലീനയോട് പറയുമ്പം അലീന സംഭവിച്ച കാര്യങ്ങളെല്ലാം ബാലനോട് പറയുവാണ്. അപ്പോഴേക്കും ഷാജി ഓടി വന്നതും പിന്നെ രക്ഷിച്ചതും സംഭവിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നീ പിന്നെ ആ വീട്ടിലേക്ക് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും കയറി ചെന്നത് എന്ത് ധൈര്യത്തിലാണെന്ന് ബാലൻ ഇങ്ങനെ ചോദിക്കണു. അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റം, അല്ലാണ്ട് ഇപ്പം എന്നാ പറയാനാ എന്നൊക്കെ ചോദിക്കുമ്പം അങ്ങനെയൊന്നും പറയല്ലേ അച്ചാന്ന് പറഞ്ഞു അലീന. അവരുടെ കോപം തണുത്തു എന്ന് എനിക്ക് മനസ്സിലായി. എന്നെ തെറ്റിദ്ധരിച്ചിട്ടല്ലേ അവരങ്ങനെയൊക്കെ ചെയ്തതെന്നും അലീന ചോദിക്കുക കേട്ടോ. എൻ്റെ ദൈവമേ, എന്നാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ അച്ഛേ. എടി ആ ആട്ടോക്കാരൻ വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ചോദിച്ചു. വന്നില്ലായിരുന്നെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക ബബിത. നീ അവിടെ പച്ചയ്ക്ക് നിന്ന് കത്തുകലായിരുന്നോ എന്ന് ചോദിച്ചു. ആ പെൺകുട്ടിക്കും വീട്ടുകാർക്കും വെളിച്ചം കിട്ടുകയും ചെയ്തേനെന്നും പറഞ്ഞു. എന്നെ വഴക്ക് പറയല്ലേ അച്ചാന്ന് അലീന അന്നേരം പറഞ്ഞു. ഞാനൊരു നല്ല കാര്യം ചെയ്തിട്ടല്ലേ അച്ഛാ വന്നിരിക്കുന്നതെന്നൊക്കെ അലീന ബാലനോട് ചോദിക്കുവാണ്. എനിക്കതിൽ ഒരുപാട് സന്തോഷം അച്ഛാ ഉള്ളതെന്നും അത് നശിപ്പിച്ച് കളയല്ലേ അച്ഛാന്നും അലീന ബാലനോട് പറയണു. നല്ല കാര്യം, കഷ്ടിച്ച് ജീവൻ തിരിച്ചു കിട്ടിയെന്ന് കൂട്ടിക്കോ, അതല്ലേ ശരിക്കും സംഭവിച്ചതെന്ന് ബാലൻ അലീനയോട് ചോദിക്കുക. ഇപ്പോൾ എന്താ നിനക്ക് വേണ്ടേ, കഴിക്കാനോ കുടിക്കാനോ വല്ലതും വേണോയെന്ന് ചോദിക്കുമ്പോൾ വേണ്ട, എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ബാലൻ ഇങ്ങനെ ദേഷ്യത്തിൽ തന്നെ അലീനയെ നോക്കുന്നേ. ഈ ഡ്രസ്സൊന്ന് മാറ്റണം, ഒന്നുകൂടി കുളിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോഴും തലമുടിയിൽ നിന്നൊക്കെ മണ്ണെണ്ണയുടെ നാറ്റവാ എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ പോയി കുളിച്ചേച്ചു വാ ചെല്ല് എന്ന് പറഞ്ഞ് ബാലൻ അലീനയെ പറഞ്ഞു വിടുന്നു. അപ്പോൾ അലീന അവിടെ നിന്ന് പോയപ്പോഴും ബബിത ഇങ്ങനെ അലീനയെ തന്നെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുക ദേഷ്യത്തോടെ. അപ്പോൾ ബാലന് മനസ്സിലായി, അവൾക്ക് അങ്ങ് ബോധിച്ചു പറഞ്ഞ കാര്യമൊന്ന്. എന്നിട്ട് ബബിതയെ ഇങ്ങനെ നോക്കുവാണ് ബാലൻ. എന്നിട്ട് അലീനയെ പോയതും നോക്കി. എന്നിട്ട് ബാലൻ ഇങ്ങനെ സങ്കടപ്പെട്ട് അവിടെ അങ്ങനെ നിൽക്കുവാണ്. എന്തായാലും ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കടപ്പാട്ടൂർ വീട്ടിലേക്ക് ബാലൻ്റെ വീട്ടിലേക്ക് പോലീസുകാർ വന്നു. പോലീസുകാർ വന്നപ്പോഴത്തേക്കും ബാലൻ അവിടെ അലീന എല്ലാവരും ഉണ്ടല്ലോ. ഇയാൾ ഇന്ന് കോളിംഗ് ബെല്ലടിച്ചു. കോളിംഗ് ബെല്ലടിച്ചു കഴിഞ്ഞപ്പോൾ അലീന വന്ന് നോക്കുമ്പോൾ പോലീസുകാർ, ദൈവമേ പോലീസ് ഇനി എന്തിനാ വന്നിരിക്കുന്നത്, ആ ഒരു ടെൻഷനോട് കൂടി അലീന ഇങ്ങനെ നിൽക്കുക കേട്ടോ. പോലീസുകാർ വിടാൻ ഉള്ള ശ്രമമൊന്നും ഇല്ല എന്നുള്ളത് അലീനയ്ക്ക് മനസ്സിലായി. അലീന ഇങ്ങനെ ജനലിലൂടെ കുറേ നേരം പോലീസിനെ തന്നെ നോക്കി. അതിനുശേഷം പിന്നെ ചെന്ന് വാതിൽ തുറക്കുക. അതും ബാലനെ കൊണ്ടാണ് വാതിൽ തുറപ്പിക്കുന്നത്. ബാലൻ വാതിൽ തുറന്നു. ഒരു ഇതുമില്ലാതെ, ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നിൽക്കാം. എന്താണ്, കസ്റ്റഡി ആണോ, വാറൻ്റ് ആണോ, അതോ അറസ്റ്റ് ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം അലീന എന്ന പേരിലുള്ള പെൺകുട്ടി ഇല്ലേന്ന് ചോദിച്ചു. അപ്പം നിങ്ങൾക്ക് അറിയാലോ അവളിവിടെ ഉണ്ടെന്ന്. നിങ്ങളല്ലേ കഴിഞ്ഞ ആഴ്ച കൊലക്കേസിലെ പ്രതിയെ കൊണ്ടുപോകുന്നത് പോലെ ഇവിടുന്ന് വന്ന് പിടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ കസ്റ്റഡിയിലെടുത്തന്നേ ഉള്ളൂ, ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് എസ് ഐ പറയുമ്പോൾ അത് തന്നെയാണ് ചോദിച്ചത്, ഇന്ന് കസ്റ്റഡി ആണോ അറസ്റ്റ് ആണോ എന്ന്. അപ്പോൾ ആളിവിടെ ഉണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു. ഇവിടെ ഉണ്ട്. അലീനയെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചതിന് ഞങ്ങൾ കുറേ അക്രമികളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഈ എസ് ഐ ബാലനോട് പറയുക. അതിൻ്റെ തെളിവെടുപ്പിന് വേണ്ടി വന്നതാണെന്നും അലീനയെ കാണണം, ചില കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നും പറഞ്ഞു. അപ്പോൾ കൊല്ലാൻ ശ്രമിച്ചിട്ട് ചാവാത്തതിന് അവരുടെ പേരിൽ കേസെടുക്കാനാണോ എന്ന് ബാലൻ അന്നേരം എസ് ഐയോട് ചോദിച്ചു. എസ് ഐ ഒന്നും മിണ്ടുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് ചോദ്യം ചെയ്യണോ, എന്താ വേണ്ടത്? അപ്പോൾ അതിനൊന്നും അല്ല സാർ, ഒരു സ്ത്രീക്ക് നേരെ ക്രൂരമായ ആക്രമണം നടന്നു, വധശ്രമമായിരുന്നു അത്. കുറ്റവാളികൾ ആരൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നും അലീനയുടെ ഭാഗത്തു നിന്ന് കുറച്ച് വിവരങ്ങൾ കിട്ടണമെന്നുള്ള കാര്യവും പറയുവാണ്.
ഈ SI അകത്തേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ പോലീസുകാരൻ അകത്തേക്ക് കയറി ചെന്നു. അപ്പോൾ അലീനയെ വിളിച്ചു. അപ്പോൾ എന്താ അച്ഛാ എന്ന് ചോദിച്ചിങ്ങനെ വിളിക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് ഈ പോലീസുകാരൻ അച്ഛാ എന്നുള്ള വിളി കേട്ടപ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കുക, കാരണം വേലക്കാരിയാണെന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അച്ഛാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പോലീസുകാരിങ്ങനെ നോക്കി. അപ്പോൾ അവളെന്നെ അച്ഛന്നാണ് വിളിക്കുന്നതെന്ന് ബാലൻ ഇങ്ങനെ പറയുന്നു. അപ്പോഴും പോലീസുകാരനൊരു സംശയം, അയാളിങ്ങനെ നോക്കുക കേട്ടോ. ബാലനൊന്നും അല്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും അലീന അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അലീന അങ്ങ് ഇറങ്ങി വന്ന സമയത്തും പോലീസുകാർ അന്തം വിട്ട് അലീനയെയും ബാലനെയും മാറി മാറി നോക്കുവാണ്. വേലക്കാരികളൊക്കെ അച്ഛന്നാണോ വിളിക്കുന്നത് എന്നുള്ളൊരു ആ ഒരു ധ്വനി ഉണ്ടാകും നോട്ടത്തിൽ. അങ്ങനെ ഇവർ നോക്കി നിൽക്കുമ്പം അലീന ഇങ്ങനെ ഒന്നും അല്ലാത്തതുപോലെ ഇറങ്ങി വന്നു. അലീനയുടെ മുഖത്ത് ഒരു പേടിയോ ഭയമോ ഒന്നുമില്ല. അപ്പോൾ ഇവരെന്നെ കാണാനല്ല, നിന്നെ കാണാൻ വന്നതാണെന്നുള്ള കാര്യം അലീനയോട് ബാലൻ പറയുമോ. അപ്പോഴും പോലീസുകാരിങ്ങനെ അലീനെ തന്നെ നോക്കി നിൽക്കുക. അലീനയ്ക്ക് എന്തിനും മനസ്സിലായില്ല ഇതെന്താ സംഭവം. അപ്പോഴത്തേക്ക് ഈ പോലീസുകാരൻ അലീനയുടെ അടുത്തേക്ക് ചെന്നു. അതെ, ഇന്ന് ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയിരുന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അലീനയാണെങ്കിൽ പോയിരുന്നു എന്ന് പറഞ്ഞു. എന്തിനാ അവിടെ പോയത്? ബാലൻ അന്നേരം ഒന്നും മിണ്ടുന്നില്ല. ആ കുട്ടിയെ കാണാനും അപ്പോൾ ആശ്വസിപ്പിക്കാനും പോയതാണെന്ന് പറയുമ്പം അങ്ങനെ ചെയ്യണമെന്ന് ആര് നിങ്ങളോട് പറഞ്ഞു? അപ്പോൾ ആരും എന്നോടും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടുമല്ല ഞാൻ പോയത്. അപ്പോൾ അവൾക്ക് അല്പം ധൈര്യം കൊടുക്കണമെന്ന് തോന്നി. അപ്പോൾ എന്ത് ധൈര്യത്തിലാണ് നീ അവിടെ പോയത്? ആ ഓട്ടോറിക്ഷക്കാരൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ കോളനിക്കാരെല്ലാവരും കൂടെ ചേർന്ന് നിന്നെ കത്തിച്ചു കളയുമായിരുന്നില്ലേ എന്ന് ആ SI അലീനയോട് ചോദിക്കാം. ഇപ്പോഴും എൻ്റെ സഹായത്തിന് ആരെങ്കിലും കാണുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അലീന പറയാം കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പം നിന്നെ ആക്രമിച്ചവരുടെ പേരും വിവരമൊക്കെ കിട്ടിയിട്ടുണ്ട്, സംഭവത്തിൻ്റെ വീഡിയോ റെക്കോർഡിങ്ങുകൾ വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, എത്രയും പെട്ടെന്നൊരു പരാതി എഴുതി തരണം, അത് കിട്ടിയാലുടനെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുമെന്നും SI പറയാം. 4 പേരെ ഞങ്ങൾ പിടികൂടി കഴിഞ്ഞുവെന്നും. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അലീന എനിക്ക് പരാതിയൊന്നും ഇല്ല എന്നുള്ള കാര്യം പറയുക കേട്ടോ. പരാതി ഇല്ലെന്നോ? അതെന്താ? അവർ പെട്ടെന്നുണ്ടായ ക്ഷോഭം കൊണ്ടും അതുപോലെ വികാരാവേശം കൊണ്ടും ചെയ്തു പോയതല്ലേ സാർ എന്നും അലീന ഇയാളോട് ചോദിക്കുക. ഞാൻ അവരോട് ക്ഷമിച്ചു എന്ന് പറയുമ്പം കൊല്ലാൻ ശ്രമിച്ചവരോടാണോ നീ ക്ഷമിക്കുന്നത് എന്ന് SI അലീനയോട് ചോദിക്കുക. അപ്പോൾ അലീന ഇങ്ങനെ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. നിന്നെ അവർ കൊലപ്പെടുത്തിയിരുന്നെങ്കിലോ എന്ന് ചോദിക്കുമ്പം കൊന്നില്ലല്ലോ, അവരെന്നെ തെറ്റിദ്ധരിച്ചതാണെന്നും ഞാൻ മറ്റേ പെൺകുട്ടിയെ സ്വാധീനിക്കാൻ വേണ്ടി ചെന്നതാണെന്ന് അവർ കരുതിയിട്ടാണെന്നുള്ള കാര്യം അലീന പറയുമ്പം വാസ്തവത്തിൽ അതിനല്ലേ നീ പോയത് എന്ന് SI അലീനയോട് ചോദിക്കുമ്പം അല്ല സാർ, ഒരിക്കലും അല്ല. ആ കുട്ടിയോട് ചോദിച്ചാൽ അവൾ പറയും ഞാൻ അവളെ കണ്ടിട്ട് തന്നെയാണ് പോകുന്നതെന്ന് അലീന SIയോട് പറയാം. ഇനിയും ഞാൻ പോകുന്നുണ്ട് അവളെ കാണാനും ആശ്വസിപ്പിക്കാനും എന്നിങ്ങനെ പറയുമ്പം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ SIയും ബാലൻ്റെ അടുത്തേക്ക് ചെന്നു. സാറെന്ന് പറയുന്നു, കേസെടുക്കണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറയുന്നതിനപ്പുറത്തേക്ക് എനിക്ക് വേറൊന്നും പറയാനില്ല എന്ന് ബാലൻ പറയാം. അപ്പോൾ അവൾക്ക് DYSPയുടെ സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് ആക്ഷൻ എടുത്തതെന്നൊക്കെ പറയുമ്പം സാറേ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്, വളരെ നന്ദിയുണ്ടെന്നും അത് അങ്ങനെ തന്നെ വേണമെന്നും അലീന SIയോട് പറയുവാണ്. പക്ഷേ ഞാൻ പരാതിപ്പെടില്ല എന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല എന്നും എന്നെ കണ്ടപ്പോൾ ആ കോളനിയിലുള്ളവരും ശരണ്യയുടെ വീട്ടുകാരും വിചാരിച്ചത് ഒരു പ്രതിയുടെ സഹോദരി ശരണ്യെ സ്വാധീനിക്കാൻ വന്നിരിക്കുകയാണെന്നുള്ള കാര്യം അലീന SIയോട് പറയുന്നു. അപ്പോൾ SI ഇങ്ങനെ ബാലനെ നോക്കുക കേട്ടോ. ശരണ്യെ ദ്രോഹിച്ചവരോട് പകരം വീട്ടാനുള്ള ആവേശത്തിൽ ചെയ്തു പോയതാ, അത്രേ ഉള്ളൂ എന്നും അലീന പറയുക. ഞാനത് കഴിഞ്ഞ് ശരണ്യയുടെ വീട്ടിൽ പോയി ആ കുട്ടിയെ കണ്ട് സമാധാനിപ്പിച്ചു, സംസാരിച്ചു, വീട്ടുകാരോടും സംസാരിച്ചു, അവർക്കും സമാധാനം കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നൊക്കെ അലീന ഇങ്ങനെ ഈ സാറിനോട് പറയാം. ഇനിയും ഞാൻ അവിടെ പോകും, അവളൊരു സാധാരണ പെൺകുട്ടിയെ പോലെ നല്ല ആത്മവിശ്വാസത്തോടെ സ്കൂളിൽ പോയി തുടങ്ങുന്നത് വരെ ഞാൻ പോകുമെന്ന് അലീന ഇങ്ങനെ SIയോട് പറയുന്നേ. അപ്പോൾ ഞങ്ങൾ പിടികൂടിയ പ്രതികളെ വിട്ടയക്കണം, പോലീസ് വിഡ്ഢികളായല്ലേ എന്ന് SI ഇങ്ങനെ ചോദിക്കുമ്പോൾ അയ്യോ സാർ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്, പോലീസിന് അത്രയും ജോലി കുറഞ്ഞു കിട്ടിയില്ലെന്ന് ചോദിക്കാം. പിടികൂടിയവരോട് ഇങ്ങനെ പറയാമല്ലോ, അലീനയ്ക്ക് പരാതി ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ പോകാമെന്ന് അത്രയും പറഞ്ഞാൽ പോരേന്ന് ചോദിക്കാം. അപ്പോൾ അവർക്ക് എന്നോടുള്ള ദേഷ്യവും മാറും, പോലീസിനോടുള്ള വിരോധവും മാഞ്ഞു പോകില്ലേ എന്ന് അലീന SIയോട് ചോദിക്കുവാണ്. അയാൾ അന്തം വിട്ട് നോക്കി നിൽക്കുക. മനുഷ്യരുടെ മനസ്സിൽ ആരോടും വഴക്കില്ലാതിരിക്കുന്നതല്ലേ സാർ നല്ലത് എന്നൊക്കെ അലീന ഇങ്ങനെ ചോദിക്കുക കേട്ടോ. SI അന്തം വിട്ട് ബാലനെ നോക്കുക. ബാലനൊന്ന് പുഞ്ചിരിച്ചു. പോവാം എന്ന് പറഞ്ഞുകൊണ്ട് SI എന്നിട്ട് ബാക്കിയുള്ള പോലീസുകാരെയും കൂട്ടി അവിടെ നിന്ന് പോയി. അപ്പം മല പോലെ വന്നത് എലി പോലെ അങ്ങ് പോയി. അലീന പറയുന്നത് കേട്ടിട്ട് അവർ അന്തം വിട്ടിങ്ങനെ നിന്ന് പോയി കേട്ടോ, ബാലൻ സഹിതം. അങ്ങനെ അവർ പോലീസുകാരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അലീന ഇങ്ങനെ അവിടെ നിൽക്കുന്നു. എന്തായാലും ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു. അപ്പോൾ പോലീസുകാർ പോകുന്നത് നോക്കി പോകാൻ ഇറങ്ങിയ പോലീസുകാർ നമ്മുടെ ബാലനോട്
ബാലനെ കണ്ടു. അപ്പം ഞങ്ങൾ പോകുക, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നത് എന്ന് ഈ SI ബാലനോട് പറയാം. ആ പെണ്ണിൻ്റെ തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ, അതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി എന്ന് പറയുമ്പോഴത്തേക്കും മതി നിർത്തിക്കോളാൻ പറഞ്ഞു. അത് എങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് ബാലൻ ഇങ്ങനെ SIയോട് പറയണു. ശരി ശരി എന്ന് പറഞ്ഞു. പോലീസും അങ്ങ് പോയി. അലീനെ ഭ്രാന്തിയാക്കാൻ നോക്കിയത് അജീറ്റിപ്പോയി. അങ്ങനെ പോലീസുകാർ പോകുന്നത് നോക്കി നമ്മുടെ ബാലൻ ഇങ്ങനെ അവിടെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി. സേക്ക് ആൻഡ് ഷേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.